ഇപ്പൊ എവിടേക്ക് തിരിഞ്ഞാലും ബിഗ് ബോസ് കേൾക്കാനേ നേരുള്ളൂ. ബിഗ് ബോസ് കണ്ടില്ല കിട്ടിയേ എന്ന് ചോദിക്കാൻ എല്ലാവർക്കും നേരുള്ളൂ. ഇന്ന് എനിക്ക് ബിഗ് ബോസ് കാണണം, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ ബാക്കി. അത്രത്തോളം ആൾക്കാരാണ് ആ ഒരു ഷോ കാണണല്ലേ. ഞാനായിട്ട് കുറയ്ക്കണില്ല, ഞാനൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഷോയാണോ എന്നാണ്. ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഷോയാണോ? ചില മൂവീസിലൊക്കെ 18+ എന്തിനാ കൊടുക്കണേ? അത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ പാടില്ല, അതിനുള്ള പ്രായമായിട്ടില്ല എന്നതുകൊണ്ടല്ലേ അതങ്ങനെ കൊടുക്കണേ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇത്രയും ഇമോഷൻസ് ഉള്ള ഒരു ഷോ വേറെ ഉണ്ടാ? ഒന്ന് ആലോചിച്ച്. ഇത്രയും ഇമോഷൻസിന് ഒരു പ്രഷർ കുക്കറിൽ ഇങ്ങനെ അടച്ചു വെച്ചേക്ക അല്ലേ? എന്നിട്ട് അത് ഒരു പൊട്ടിത്തെറി ഉണ്ട് ചില നേരത്തെ ആ ഷോയില്. ആ സമയത്ത് അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും അവരുടെ അഗ്രസീവായിട്ടുള്ള പെരുമാറ്റങ്ങളും നമ്മുടെ വീട്ടില് നമ്മുടെ മക്കളും കാണേണ്ടത് ഇല്ലേ? എല്ലാവരുടെ വീട്ടിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഷോയാണ്. ഇല്ലയെന്ന് പറയണില്ല, അത്രയും നല്ല റീച്ചിൽ പോണ ഷോയ. അതിൽ മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്, ഫാമിലി ഓറിയന്റഡ് ആണ്, കിഡ്സിന് വരെ കാണാൻ പറ്റുന്ന വരെ മോഹൻലാൽ സാർ അതിൽ പറയുന്നുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇത് കാണിച്ചു കൊടുക്കണത് നല്ലതാണോ? അതാണ് ഇന്നത്തെ ടോപ്പിക്. എന്റെ അഭിപ്രായത്തിൽ ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആട്ടാ, എന്റെ മാത്രം. നമ്മുടെ മക്കള് അതിന് എന്തെല്ലാം രീതിയിലുള്ള കാര്യങ്ങളാണ് മൈൻഡ് സെറ്റിൽ കയറ്റി വെക്കണേ. കഴിഞ്ഞ സീസണില് ഞാൻ ഇന്നാളുടെ പേര് പറയണില്ല, ഞാൻ ഈ ഷോക്ക് അഡിക്റ്റായിരുന്നേ. അതിലൊരാളെ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നേ. നമ്മള് ഫാൻ എന്നൊക്കെ പറയില്ലേ, ഡൈ ഹാർട്ട് ഫാൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആളെ. പക്ഷേ എന്റെ വീട്ടിൽ എന്റെ ഒപ്പം എന്റെ മോനും ആ വീഡിയോ ഒക്കെ TV അത് വെക്കുമ്പോ അത് കണ്ടുവന്നു. അവൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതും കാണുന്നുണ്ട്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളൊക്കെ ഇരിക്കണേ. കാണുന്നുണ്ട്, ശരി. അത് കഴിഞ്ഞ് ഷോയൊക്കെ കഴിഞ്ഞു, കുറെ നാളൊക്കെ കഴിഞ്ഞു. അപ്പോ പിന്നീട് ഒരു ദിവസം ഒരു സാഹചര്യം വന്നപ്പോ ഇവൻ അങ്ങോട്ട് ഓളിടാനാ തുടങ്ങി. ഓളിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞു പതിവില്ലാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നിനക്ക് ഇത് എവിടുന്നണ്ടാ കിട്ടിയേ? നോർമലായിട്ട് എല്ലാ അമ്മമാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഞാനും ചോദിച്ചേ. അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ TV ഇന്നാള് കാണിക്കണ കണ്ടിട്ടില്ലേ? എന്തപ്പോ എനിക്ക് കാണിച്ച? ഇതാണ് എന്നോട് ചോദിച്ചത്. ഞാൻ ആരാണ് എന്താണെന്നൊന്നും പറയണില്ല. അപ്പോ ഇപ്പൊ നിങ്ങക്ക് ഏകദേശം മനസ്സിലായിണ്ടാവും ആരാണ് കഴിഞ്ഞ സീസണിൽ എന്നുള്ളത്. അപ്പൊ അത്രത്തോളം നമ്മുടെ കുട്ടികള് കാണുന്ന ഓരോ കാര്യങ്ങളും അവരവരുടെ ബ്രെയിനിൽ കയറ്റി വെക്കുന്നുണ്ട്. അവരേത് രീതിയിലാണ് എങ്ങനെയാണ് കയറ്റി വെക്കണെന്ന് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ മക്കൾക്ക് നമ്മൾ ആ ഷോ കാണിച്ചു കൊടുക്കണോ? എവിടെ നോക്കിയാലും ബിഗ് ബോസ് എന്നുള്ള ഷോനെ പറ്റി പറയാൻ ആൾക്കാർക്ക് നേരമുള്ളൂ. അത്രയും റീച്ച് തന്നെയാണ്. കാരണം ഇമോഷൻസ് ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു കളിയാണ് ആ ഷോ. കാണണ്ടാന്നൊന്നും ഞാൻ പറയില്ല, വളരെ നല്ല റീച്ചില് ഹൈപ്പില് പോയിക്കൊണ്ടിരിക്കണ ഒരു ഷോ. പക്ഷെ നിങ്ങളെല്ലാവരും ഒരു സെക്കൻഡ് ഒന്ന് മനസ്സിരുത്തി ആലോചിക്കുക. അതിൽ പറയുന്ന പല വാക്കുകളും പല പ്രവൃത്തികളും നമ്മുടെ മക്കൾക്ക് ഗുണാണോ ചെയ്യണേ ദോഷമാണോ ചെയ്യണേന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കണ്ടേ, നമ്മുടെ വീട്ടില് നമ്മുടെ പിള്ളേര് ഈ വെക്കേഷനൊക്കെ ആയ കാരണം നമ്മുടെ മക്കളൊക്കെ എപ്പോഴും വീട്ടിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്നു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാണണോ വേണ്ടയോ എന്നൊന്ന് ചിന്തിക്കുക. നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണോ വേണ്ടയോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക.